കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേരളത്തിൽ പലതരത്തിലുള്ള റോഡ് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും രാത്രി കാലങ്ങളിലുള്ള അപകട സംഭവങ്ങൾ തുടർക്കഥയായിരുന്നു. ഒരു കുടുംബത്തിലെ ദമ്പതികൾ അടക്കം കഴിഞ്ഞ ദിവസം ആ വാഹനാപകടത്തിൽ ജീവൻ പൊലിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നിരവധി സംഭവങ്ങളായതുകൊണ്ട് അതിൽ അടിയന്തരമായ ഒരു നടപടിയെടുക്കാൻ അടിയന്തരമായി ഇടപെടുന്നുണ്ട് സർക്കാർ. തുടർച്ചയായ റോഡ് അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ മോട്ടോർ വാഹന വകുപ്പിനെയും പോലീസിനെയും സംയുക്ത പരിശോധന കർശനമാക്കാൻ തീരുമാനമായിരിക്കുന്നു. സംയുക്ത പരിശോധനയുടെ ആദ്യഘട്ടം സ്ഥിരം അപകട മേഖലകളിലാണ്. എല്ലാ ജില്ലകളിലും പരിശോധന നടത്തി റോഡിന്റെ ട്രാഫിക്കിലും രൂപഘടനയിലും മാറ്റങ്ങൾക്ക് രൂപരേഖ തയ്യാറാക്കും. അതേസമയം തന്നെ നാഷണൽ ഹൈവേ അതോറിറ്റി അധികൃതരുമായും ഗതാഗത വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായും മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇന്ന് ചർച്ച നടത്തുന്നുണ്ട്. ഈ വാർത്തയിൽ വിവരങ്ങൾ നൽകുന്നത് നൃപനാണ്. എനിക്കൊപ്പം നൃപനുണ്ട് രാവിലെ. നൃപൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അന്ന. നൃപൻ, സംയുക്തമായ ഈ പരിശോധന അടിയന്തര സ്ഥിരം അപകടങ്ങൾ നടക്കുന്ന ആ മേഖലകളിൽ അടിയന്തരമായ പരിശോധന നടത്താനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. ഈ സംവിധാനങ്ങളുടെ ഒരു ക്രമീകരണം എങ്ങനെയൊക്കെ ആയിരിക്കും? അടിയന്തരമായ നടപടികൾ ഇതിൽ തുടങ്ങിക്കഴിഞ്ഞു എന്നല്ലേ? തീർച്ചയായും അടിയന്തരമായ നടപടികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ അടിയന്തര യോഗം ചേർന്ന് തീരുമാനിച്ചിരുന്നു. തുടർ നടപടികളിലേക്ക് പോലീസും ഒപ്പം തന്നെ ഗതാഗത വകുപ്പും സംയുക്തമായി പോവുകയാണ്. ആ സംയുക്ത യോഗം ക്രമസമാധാന ചുമതലയുള്ള ADGP ആണ് കഴിഞ്ഞ ദിവസം വിളിച്ചു ചേർത്തത്. മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ ഈ ജില്ലാ പോലീസ് മേധാവിമാരും ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പോലീസിന് ചെയ്യാവുന്ന, അതായത് ഗതാഗത ക്രമീകരണങ്ങൾ, ഒപ്പം തന്നെ ഈ വലിയ തരത്തിലുള്ള നിരത്തുകളിൽ ജീവൻ പൊലിയുന്ന തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള കർശന പരിശോധനയാണ്. ഒന്ന്, ദേശീയപാതയിൽ 24 മണിക്കൂറും പ്രത്യേക പെട്രോളിംഗ് ഉണ്ടാകും. ഇത് സംബന്ധിച്ച പ്രത്യേക സ്ക്വാഡായിരിക്കും, സംയുക്തമായി ആയിരിക്കും നടത്തുക. അത് പോലീസിനെ സംബന്ധിച്ചും മോട്ടോർ വാഹന വകുപ്പിനെ സംബന്ധിച്ചും ഒന്നിച്ച് സംയുക്തമായി മാത്രമേ ഇത് നേരിടാൻ കഴിയൂ എന്നതാണ് അവർ അവലോകന യോഗത്തിൽ വ്യക്തമാക്കിയത്. സ്ഥിരം അപകട കേന്ദ്രങ്ങൾ, അങ്ങനെയുള്ള ഹോട്ട്സ്പോട്ടുകൾ തിരഞ്ഞെടുത്ത് അവിടെ പ്രത്യേക നിരീക്ഷണം ഉണ്ടാക്കുക എന്നതാണ്. ഈ ഗതാഗത നിയമ ലംഘനങ്ങളെ സംബന്ധിച്ച നടപടിക്രമങ്ങളായിരിക്കും ആദ്യഘട്ടത്തിൽ ആരംഭിക്കുക. അതായത് അമിത വേഗത, അമിത ഭാരം കയറ്റി വരുന്ന വാഹനങ്ങൾ, നിയന്ത്രിതമായിട്ടുള്ള സ്ഥലങ്ങളിൽ, നിയന്ത്രിത സമയങ്ങളിൽ ഇത്തരം വലിയ വാഹനങ്ങൾ, ഹെവി വെഹിക്കിൾ പ്രവേശിപ്പിക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക. ഹെൽമറ്റ് ഉപയോഗിക്കാതെ വാഹനങ്ങളിൽ യാത്ര ചെയ്യുക, ഒപ്പം തന്നെ സീറ്റ് ബെൽറ്റ് ധരിക്കാതിരിക്കുക. ഇങ്ങനെ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്ന സമീപനങ്ങൾ ഈ വാഹനം ഓടിക്കുന്നവരെ കുറിച്ചും യാത്രക്കാരെ സംബന്ധിച്ചുണ്ട് എങ്കിൽ അത് സംബന്ധിച്ച പരിശോധന നടത്തുക എന്നതാണ് ആദ്യഘട്ടത്തിൽ. രാത്രികാല പരിശോധന കൂടുതൽ കർക്കശമായി നടപ്പിലാക്കും. ഇപ്പോൾ നേരത്തെ തന്നെ ഈ ഫൈൻ ഈടാക്കുക, അമിത വേഗത സംബന്ധിച്ചൊക്കെ തന്നെ റാഷ് ഡ്രൈവിംഗ് തുടങ്ങിയ കാരണങ്ങളിൽ ഈ ഫൈൻ ഈടാക്കുക, പിഴ ഈടാക്കുക എന്നതാണ് സമീപനം. അതിൽ നിന്ന് കൂടുതൽ കടുത്ത നടപടികളിലേക്ക് പോകുന്നുണ്ട്. അപകടം ഈ വലിയ തരത്തിലുള്ള അലസത കൊണ്ടോ ഈ അമിത വേഗത കൊണ്ടോ ഒക്കെ ഉണ്ടാകുന്ന അപകടത്തിൽ ലൈസൻസ് റദ്ദാക്കുക, ആജീവനാന്തം ലൈസൻസ് റദ്ദാക്കുക തുടങ്ങി ഈ അപകടങ്ങൾ ഉണ്ടാക്കുന്ന വാഹനങ്ങൾ, ബോധപൂർവ്വം അപകടങ്ങൾ ഉണ്ടായെങ്കിൽ, അലക്ഷ്യമായ ഡ്രൈവിങ്ങിൻ്റെ ഭാഗമായി അപകടങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അവരുടെ പെർമിറ്റും ലൈസൻസും അടക്കം റദ്ദ് ചെയ്യുന്നടക്കമുള്ള നടപടികളിലേക്കാണ് പോകാൻ പോകുന്നത്. അതുകൊണ്ട് കർക്കശമായ നടപടികൾ വരും ദിവസങ്ങളിൽ ഉണ്ടാവും. ഒപ്പം തന്നെ ഈ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവരുടെ ഇവിടെ കണ്ടെത്തുന്നതിനുള്ള പ്രത്യേക പരിശോധന ഉണ്ടാകുമെന്നതാണ്. നേരത്തെ തന്നെ അറിയാം, നമ്മുടെ ഈ കോവിഡിൻ്റെ സാഹചര്യത്തിൽ രാത്രികാല ചെക്കിങ്, കോവിഡിന് മുമ്പ് വരെ മദ്യപിച്ചെത്തുന്നവരെ പരിശോധിക്കാനുള്ള സംവിധാനം ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം നേരിട്ട് അവരുടെ പരിശോധന, ആൽക്കോമീറ്റർ ഉപയോഗിച്ചുള്ള പരിശോധന ഇല്ലായിരുന്നു. അത് സംവിധാനം വീണ്ടും കൊണ്ടുവരാൻ പോവുകയാണ്. രാത്രികാലങ്ങളിൽ പ്രത്യേകിച്ച് ദേശീയപാതകൾ, ദീർഘദൂര സർവീസുകൾ വരുന്ന രാത്രികാലങ്ങൾ, പുലർച്ചെ വരെയുള്ള സമയങ്ങളിലാണ് അപകടങ്ങൾ പലതും ഉണ്ടാകുന്നത്. അതുകൊണ്ട് അത് സംബന്ധിച്ച പരിശോധന നടത്തും. പോലീസിനെ സംബന്ധിച്ചും മോട്ടോർ വാഹന വകുപ്പിനെ സംബന്ധിച്ചും നിയമലംഘനങ്ങളെ സംബന്ധിച്ച് പിഴ ഈടാക്കുകയും നടപടിയെടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായിരിക്കും അവർക്ക് ചെയ്യാൻ കഴിയുക. മറ്റൊന്ന്, റോഡിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട്, അശാസ്ത്രീയമായി റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അവരുടെ അലൈൻമെൻറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ദേശീയപാതയിലെ പല സ്ഥലങ്ങളിലും ഉണ്ട്. അതുകൊണ്ട് ദേശീയപാത അതോറിറ്റിയുമായിട്ടുള്ള അവരുടെ ഉദ്യോഗസ്ഥരുമായുള്ള ചർച്ച,
റോഡുകളിൽ ഇപ്പോൾ ഏറ്റവും അപകട സാധ്യതയുള്ള റോഡിൻ്റെ പ്രത്യേക സ്കെച്ചും അത് പരിശോധിക്കുക. അത് സംബന്ധിച്ച് ഉദ്യോഗസ്ഥർക്ക് ഈ ചുമതല നൽകിയിട്ടുണ്ട്. ആ പരിശോധനയ്ക്ക് ശേഷം ഏറ്റവും അപകടകരമായ റോഡ് ദേശീയപാതയിലും അപ്പോൾ തന്നെ സംസ്ഥാന പാതയിലെ ഏറ്റവും വലിയ തരത്തിലുള്ള കുത്തനെയുള്ള ഇറക്കങ്ങൾ, വളവുകൾ, വേണ്ട രീതിയിലുള്ള സിഗ്നലുകൾ സംവിധാനമില്ലാത്ത പ്രദേശങ്ങൾ ഇവയൊക്കെ തന്നെ പരിശോധിച്ച് നിരീക്ഷണം ശക്തമാക്കുക എന്നതാണ്. അത് സംബന്ധിച്ച റിപ്പോർട്ട് ഉദ്യോഗസ്ഥർക്ക് ജില്ലാ പോലീസ് മേധാവിമാർക്കും നൽകിയിട്ടുണ്ട്. അതിൻ്റെ റിപ്പോർട്ട് ലഭിക്കും. ഇങ്ങനെയുള്ള തുടർ നടപടിയാണ് ഉണ്ടാകുക. ഇന്ന് മന്ത്രി ഉദ്യോഗസ്ഥരുടെ വിശാല യോഗം അടുത്തത് അറിയേണ്ടത് അതാണ്. നാഷണൽ ഹൈവേ അതോറിറ്റി അധികൃതരുമായും ഗതാഗത വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായും ഇന്ന് ഗതാഗത മന്ത്രി മീറ്റിംഗ് ഉണ്ട്. അതെപ്പോഴാണ്? അതിനുശേഷമുള്ള തുടർ നടപടികൾ എന്തൊക്കെ പ്രതീക്ഷിക്കാം? എന്നാൽ രണ്ട് തരത്തിലാണ്. ഒന്ന്, ഈ നിയമലംഘനങ്ങളിൽ നടപടിയെടുക്കുക എന്നുള്ളത് മോട്ടോർ വാഹന വകുപ്പിനെ സംബന്ധിച്ചും പോലീസിനെ സംബന്ധിച്ചും അവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. അവർക്ക് പരിശോധനകൾ ശക്തമാക്കാം, ഒപ്പം തന്നെ പിഴയീടാക്കാം, രാത്രികാല പരിശോധന, പ്രത്യേകിച്ച് അപകടകരമായി വണ്ടി ഓടിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കാം. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ റോഡ് നിർമ്മാണത്തിലെ അപാകതകളുണ്ട്. ഈ ദേശീയപാത നിർമ്മാണത്തിലെ പല സ്ഥലങ്ങളിലും വേണ്ട സംവിധാനങ്ങൾ ഒരുക്കിയിട്ടില്ല. ഒന്ന്, അലൈൻമെൻറ്റുമായി ബന്ധപ്പെട്ട ഞാൻ നേരത്തെ പറഞ്ഞ വിഷയമാണ്. റോഡുകളുടെ ശാസ്ത്രീയം അല്ലാത്ത നിർമ്മാണം കാരണം പലയിടത്തും അപകടം വരുന്നുവെന്ന റിപ്പോർട്ടുണ്ട്. അതിൽ സംബന്ധിച്ച് ദേശീയപാത അതോറിറ്റിയാണ് വിശദീകരണം നൽകേണ്ടത്. ഇത് സംസ്ഥാനത്തിലെ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം ഇത് സംബന്ധിച്ച നിരീക്ഷണം നടത്തുന്നുണ്ട്, അവർ പരിശോധന നടത്തുന്നുണ്ട്, ഏറ്റവും അപകടകരമായ സാഹചര്യം നിലനിൽക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ് എന്ന കാര്യം. പക്ഷേ ഇതിൽ തുടർ നടപടിയെടുക്കേണ്ടത് ദേശീയപാത അതോറിറ്റിയാണ്. അതുകൊണ്ട് അവർ അടക്കം ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അവരുമായി ഇത്തരം കാര്യങ്ങൾ മന്ത്രി തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ സ്കൂൾ വിദ്യാർത്ഥികൾ മരിക്കാനിടയായ സംഭവത്തിൽ മന്ത്രി തന്നെ ആ സംഭവ സ്ഥലത്തെത്തി അദ്ദേഹം തന്നെ നേരിട്ട് വാഹനം ഓടിച്ച് കാര്യങ്ങൾ വിലയിരുത്തിയതാണ്. വലിയ തരത്തിലുള്ള എതിരെ വരുന്ന വാഹനങ്ങൾ കാണാൻ കഴിയാത്ത തരത്തിലുള്ള വലിയ വളവ് അവിടെ ഉണ്ടാൽ തന്നെ ഈ ഡ്രൈവർമാർക്ക് നേരത്തെ തന്നെ മുൻകരുതൽ നടപടിയുടെ ഭാഗമായുള്ള സിഗ്നലുകൾ സംവിധാനങ്ങൾ പലയിടത്തും ഉണ്ടാകാറില്ല. ഇത്തരം കാര്യങ്ങളിലുള്ള അശാസ്ത്രീയമായ സമീപനങ്ങളെ സംബന്ധിച്ച് ഗൗരവതരമായ ചർച്ചയിലേക്ക് പോവുകയാണ്. ഇന്നത്തെ യോഗത്തിൽ വിശാല യോഗമാണ്. എല്ലാ തരത്തിലുള്ള ഉദ്യോഗസ്ഥർ പങ്കെടുക്കും. നിലവിൽ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം തുടർച്ചയായി ഉണ്ടാകുന്ന അപകടങ്ങളെ സംബന്ധിച്ച് എന്തൊക്കെ നടപടിയാണ് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചും ഒപ്പം തന്നെ ദേശീയ പാത അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് അവർ എടുക്കേണ്ട നടപടി എന്തൊക്കെയാണ്, പോലീസും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായി പരിശോധന സംബന്ധിച്ച് എന്തൊക്കെ നടപടികളാണ് എടുക്കേണ്ടതെന്ന കാര്യത്തെ കുറിച്ചുള്ള സമഗ്രമായ ചർച്ചയുണ്ടാകും. ഒപ്പം തന്നെ നഗര കേന്ദ്രങ്ങളിൽ ഉണ്ടായിട്ടുള്ള സ്വകാര്യ ബസ്സുകളുമായി ബന്ധപ്പെട്ടുള്ള അപകടങ്ങൾ, ഏറ്റവും ഗതാഗത കുരുക്കുണ്ടാകുന്ന പ്രദേശങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ കിഴക്കേക്കോട്ടയിൽ അപകടമുണ്ടായി. നഗരത്തിൽ തന്നെ ഒരു ഭിന്നശേഷിക്കാരിയായ ഒരു സ്ത്രീ ജോലിക്ക് രാവിലെ വരുന്ന വഴിക്ക് അപകടമുണ്ടായി. അവർ വൈകിട്ടോടു കൂടിയാണ് മരണപ്പെട്ടത്. അങ്ങനെ അത് KSRTC ബസ് ഇടിച്ചാണ് ആ സ്ത്രീ മരണപ്പെടുന്നത്. ഇങ്ങനെ നഗരത്തിലെ, പ്രത്യേകിച്ച് തലസ്ഥാന നഗരം മാത്രമല്ല, ഏറ്റവും കൂടുതൽ കൊച്ചി അടക്കമുള്ള നഗരങ്ങളിൽ ഈ ഏറ്റവും ട്രാഫിക് കുരുക്കുണ്ടാകുന്ന പ്രദേശങ്ങളിൽ സ്വകാര്യ ബസ് അടക്കം അമിത വേഗത ഉണ്ടാകുന്നുണ്ടോ, മനഃപൂർവ്വം ഉണ്ടാകുന്ന അപകടങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ എന്ന കാര്യങ്ങൾ സംബന്ധിച്ച് പരിശോധനയുണ്ട്. അത് സംബന്ധിച്ച് യോഗവും കഴിഞ്ഞ ദിവസം KB ഗണേഷ് കുമാർ വിളിച്ചു ചേർത്തിരുന്നു. അങ്ങനെ സമഗ്രമായ പരിശോധനകളെയും യോഗങ്ങളിലേക്ക് കടക്കുകയാണ്. ഇന്ന് വിശാലമായി എല്ലാ ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്ന യോഗമാണ് വൈകിട്ട് KB ഗണേഷ് കുമാർ വിളിച്ചു ചേർത്തിട്ടുള്ളത്. അന്ന. അതെ, നൃപൻ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. ഈ തുടർച്ചയായിട്ടുള്ള വാഹനാപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ സംയുക്തമായ ഒരു പരിശോധന എല്ലാ ജില്ലകളിലും കേന്ദ്രീകരിച്ച് നടത്താനുള്ളൊരു തീരുമാനം സർക്കാർ തലത്തിലായിട്ടുണ്ട്. ഇന്ന് ഗതാഗത മന്ത്രി ഉന്നത ഉദ്യോഗസ്ഥരുമായിട്ട് ചർച്ച നടത്തുന്നുണ്ട്. അത് വൈകിട്ട് 3 മണിക്കാണ്. നൃപൻ ചക്രവർത്തിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തകൾ തന്നത്. സ്വാഭാവികമായും ഇന്ന് വൈകിട്ട് അതിൽ കർശനമായ നടപടികൾ എന്തൊക്കെ ഉണ്ടാകും എന്നത് ആ യോഗത്തിന് ശേഷമാണ് അറിയാൻ കഴിയുക.